ഹായ് ഹലോ മക്കൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് USSRക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ എക്സാം ഫെബ്രുവരിയിൽ നമ്മളുടെ USSന്റെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ ഇന്ന് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഈ ഒരു ചിഹ്നമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് ഒരു ഊഹമായിട്ടുണ്ടാകും അല്ലേ. യെസ്, നമ്മളുടെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേഴ്സൺസ് ശതമാനത്തെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ബുക്കും അതേപോലെ തന്നെ ഒരു പേനയും എടുത്ത് വേണം നമ്മുടെ ക്ലാസ് കാണാനിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പേഴ്സൺസ് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പേഴ്സൺസിന്റെ ബേസിക് കാര്യങ്ങളൊന്ന് പറയാമേ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നോക്കിക്കോളൂ, ഇതിനകത്ത് ഓർമ്മിച്ചെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ദ വേർഡ് പേഴ്സൺ മീൻസ് ഔട്ട് ഓഫ് ഈച്ച് 100 ഓർ പെർ 100. എപ്പോഴും നമ്മൾ ശതമാനം കണക്കിലാക്കുന്നത് 100 എന്ന് പറയുന്ന സംഖ്യയിലാണ്. എന്താണ് 100ൽ എത്ര അല്ലെങ്കിൽ 100ൽ നിന്നും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും. ഔട്ട് ഓഫ് 100 ആണ് എപ്പോഴും നമ്മളുടെ പെർസെൻറ്റേജിന്റെ പരിപാടി. 100ൽ എത്ര എന്നാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം, പെർസെൻറ്റേജ് വാട്ട് ഔട്ട് ഓഫ് 100. കണ്ടോ, അല്ലെങ്കിൽ 100ൽ എന്താണ്. ഇനി അടുത്തത് പെർസെൻറ്റേജിന്റെ സൈൻ ആണ്. നമ്മുടെ മുകളിലും താഴെയും ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടല്ലേ അവനിങ്ങനെ. യെസ്, പെർസെൻറ്റേജ് ഡിനോട്ടഡ് ബൈ, അതിന്റെ സിമ്പൽ കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു പെർസെൻറ്റേജിന്റെ സിമ്പൽ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവാണ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. നമ്മളോട് 30% കണ്ടുപിടിക്കാനായിട്ട് പറയുന്നു. ദാറ്റ് മീൻസ് 100ൽ 30 എന്നാണ് അതിനർത്ഥം. അതായത് 30 ഔട്ട് ഓഫ് 100. 100ൽ നമുക്ക് 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 30% മക്കളെ. യെസ്, എന്താണ് 30% എന്നാൽ 100ൽ 30 എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ചേക്കണ്ടോ, 30% എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? 100ൽ 30 മാർക്ക്. ശ്രദ്ധിച്ചേടാ, 100 എപ്പോഴും താഴെ വേണം വരാനായിട്ട് കേട്ടോ. ഡിനോമിനേറ്ററിൽ വേണം എന്ത് വരാനായിട്ട്? 100 വരാനായിട്ട്. അതിൽ 30 വന്നിരിക്കുന്നു. ഇങ്ങനെ വേണം നമ്മുടെ കണക്ക് വരാനായിട്ട്. ഓക്കെ, 30/100 എന്ന് വേണം. 100 എപ്പോഴും താഴത്ത് ഡിനോമിനേറ്ററിലായിരിക്കണം, ഛേദത്തിലായിരിക്കണം വരേണ്ടത്. ഇനി അടുത്ത് നോക്കാം, a percentage of a number. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരു സംഖ്യയുടെ a percentage അല്ലെങ്കിൽ n percentage, b percentage എന്തോ ആയിക്കോട്ടെ ഒരു വേരിയബിൾ തന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? യെസ്, ഏതാണോ ആ സംഖ്യ അതിന് നമ്മൾ നമ്പർ എന്ന് കൊടുത്തു ഇൻടു a/100, a/100 അല്ലെങ്കിൽ b/100, n/100. എത്രയാണോ ശതമാനം അത് വരേണ്ടത് മുകളിലാണ്, ന്യൂമറേറ്ററിൽ അംശത്തിലാണ് വരേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു എക്സാമ്പിൾ താഴ്ത്ത് കൊടുത്തിരിക്കുവാണ്. 40% ഓഫ് 350 റുപ്പീസ്. നമ്മുടെ കയ്യിൽ 350 രൂപയുണ്ട് മക്കളെ. ആ 350 രൂപയുടെ 40% കണക്കാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 350 എടുക്കാം. 350ന്റെ 40% എന്ന് പറഞ്ഞാൽ 40/100. ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയോ വേഗം തന്നെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാനായിട്ട് നമ്മളിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? ഇല്ല, അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ നമ്മുടെ എക്സാമിന്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എളുപ്പ വഴി എന്താണ്? യെസ്, ആദ്യം തന്നെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒരുപോലെ കിടക്കുന്ന ആ പൂജ്യത്തെ ഓരോ 0 വീതം മുകളിൽ നിന്നും താഴെ നിന്നും കട്ട് ചെയ്യുന്നു. ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. താഴെ വീണ്ടും ഒരു 0 ഉണ്ട്, മുകളിൽ 350ന്റെ ഒരു 0 ഉണ്ട് അല്ലേ. അപ്പൊ മുകളിൽ നിന്നും താഴെ നിന്നും 2 0 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കട്ട് ചെയ്ത് കളയാൻ പറ്റി. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ 340 × 40 /100 ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും സമയം ഒരുപാട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ബാക്കി എന്തുണ്ട്? 35 ഉണ്ട്, 4 ഉണ്ട്. അപ്പോ 35 × 4 അങ്ങോട്ട് ചെയ്താൽ പോരെ. 35 × 4 മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടൂടാ? 140 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? 140 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ശതമാനം, ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ചിലതിലെ പെർസെൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് കളത്തിൽ തന്നിരിക്കുന്ന എല്ലാം പെർസെൻറ്റേജുകളാണ്, സെക്കൻഡിൽ തന്നിരിക്കുന്ന എല്ലാം ഫ്രാക്ഷൻസ് ആണ്. കാണുന്നുണ്ടല്ലോ. സോ ശതമാനവും ഭിന്നസംഖ്യയും പെർസെന്റും ഫ്രാക്ഷനും തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50% നമുക്കൊന്ന് നോക്കാം. 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50/100 ആണ്. ആദ്യം തന്നെ മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
5/10. 5/10നെ 5 വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1/2. ദാറ്റ് മീൻസ് 50% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ സംഖ്യയെ നമ്മൾ ഇൻറ്റു 1/2 ചെയ്താൽ മതി. അതേപോലെയാണ് ഇവിടെ എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. നോക്കിക്കേടാ, 50% എന്ന് പറഞ്ഞാൽ 1/2, 25% എന്ന് പറഞ്ഞാൽ 1/4, 75% എന്ന് പറഞ്ഞാൽ 3/4, 12.5%, 12.5%, അത് എത്രയാ 1/8. ഇനി 20% 1/5, 30% 3/10, 40% 2/5, 60% 3/5. കുറേ കാര്യങ്ങൾ ഇതേപോലെ പഠിക്കാനുണ്ടല്ലേ. അപ്പൊ പെർസെൻറ്റേജും ഫ്രാക്ഷനും ഒന്ന് ഓർത്ത് വെച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി അടുത്തതുണ്ട്, തീർന്നിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ നോക്കി കണ്ട മൊത്തം മിക്സ്ഡ് ഫ്രാക്ഷൻ വരുന്ന ഒരു പരിപാടിയാണ് അല്ലേ. നമുക്ക് അതിന് മുന്നേ അപ്പുറത്തെ കംപ്ലീറ്റ് ചെയ്യാം. അവിടെ എന്താ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇല്ല അല്ലേ. 70% എന്ന് പറയുമ്പോൾ 7/10, 80% എന്ന് പറയുമ്പോൾ 4/5, 90% എന്ന് പറയുമ്പോൾ 9/10, 1% എന്ന് പറഞ്ഞാലോ 1/100, 100ൽ 1 മാത്രമേ ഉള്ളൂ അല്ലെ 1% എന്ന് പറഞ്ഞാൽ. ശരി, ഇനി അടുത്ത നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് വരുന്നതാണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. 6 1/4, 6.25 എന്ന് പറഞ്ഞാൽ എത്രയാ 1/60. അടുത്ത് നോക്കാം, 3 1/8 എന്ന് പറഞ്ഞാൽ എന്താ 1/32. ഇനി 33 1/3, ഇവൻ വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും എക്സാമിന് ചോദിച്ചും കണ്ടിട്ടുണ്ട്. 33 1/3% നമ്മൾ ചെറുതാക്കും എന്ത് വരൂടാ 1/3 എന്ന് വരും. ഇനി അടുത്ത എന്താ 66 2/3, ദാറ്റ് ഈസ് 2/3. ഇവിടെ നോക്കിയാൽ മതി കണ്ടോ, 33 1/3 നിന്നും 1/3 പുറത്തേക്ക് എടുക്കാം, 66 2/3 നിന്നും 2/3 പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ആലോചിച്ചാലും മതി, നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെയാണെങ്കിലോ 6 1/4 1/4 എടുത്തിട്ട് ഡിനോമിനേറ്ററിനെ മാത്രം ഇൻറ്റു 4 ചെയ്താൽ 16 കിട്ടൂലേ. ഇവിടെ 1/8 ഡിനോമിനേറ്ററിനെ മാത്രം എടുത്തിട്ട് ഇൻറ്റു 4 ചെയ്താൽ 32 കിട്ടൂലേ. അങ്ങനെ ഒരു പരിപാടി കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ഈ രണ്ടെണ്ണവും കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി 10% എന്ന് പറഞ്ഞാലോ 1/10. 10% എന്ന് പറയുമ്പോൾ 10/100 അല്ലേടാ. മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ 0 വെച്ച് കട്ട് ചെയ്താൽ ദിസ് ഈസ് 1/10. ക്ലിയർ ആണോ എന്റെ മക്കൾക്ക്? ഓക്കെ ആണോ? അപ്പൊ പെർസെന്റേജും ഫ്രാക്ഷനും കൃത്യമായി തന്നെ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിന്റെ ഗുണം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നോക്കാം. നമുക്ക് എന്നാ റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ദോ പിടിച്ചോ. 480 people participated in a meeting. ഒരു യോഗം നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. 480 പേരുണ്ട് കേട്ടോ, വലിയ പരിപാടിയാണ്. ഓക്കെ, എന്താണ് 480 പേരാണ് പങ്കെടുത്തത്. അതിനകത്ത് 75% വന്നവരിൽ 75% ആൾക്കാരും സ്ത്രീകളാണ്, വുമണാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മെൻ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം 75% എന്ന് കണക്കാക്കിയാൽ പുരുഷന്മാരുടെ എണ്ണം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. മൊത്തത്തിൽ 100% നമ്മൾ കണക്കാക്കുന്നില്ലേ, അതിലെ 75% സ്ത്രീകളാണെങ്കിൽ ബാക്കിയുള്ള എത്ര ശതമാനമായിരിക്കും പുരുഷന്മാർ വരുന്നത്? 100ൽ നിന്നും 75 മൈനസ് ചെയ്താൽ 25%. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? 25% എന്ത് പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ 480 ആണ് ടോട്ടൽ എങ്കിൽ 480ന്റെ 25% കണ്ടുപിടിച്ചാൽ നമുക്ക് പുരുഷന്മാരുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ദാറ്റ് ഈസ് ടോട്ടൽ എന്ന് പറയുന്നത് 480 ആണ്. അതിന്റെ 25% ആൾക്കാർ മാത്രമാണ് എന്ത് പുരുഷന്മാരുടെ എണ്ണത്തിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുക. അപ്പൊ 25%. ശ്രദ്ധിച്ചേ, 480 ഇൻറ്റു 25%. ഇവിടെയാണ് നമ്മൾ മറ്റേ നേരത്തെ ഫ്രാക്ഷന്റെ പരിപാടി ചെയ്യേണ്ടത്. 25% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിൽ എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇറ്റ്സ് 1/4. ഇപ്പൊ സിമ്പിൾ ആയില്ലേ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 480ഉം ഇവിടെ 1/4ഉം 4ഉം 8ഉം 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേടാ. അപ്പൊ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, 480 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്തറിയണം? 25% ആക്കി എടുത്താലേ പുരുഷന്മാരുടെ എണ്ണം കിട്ടുള്ളൂ എന്ന് ആദ്യം അറിയണം. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് എന്നുള്ള കാര്യം പിന്നീട് അറിയണം. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ കാര്യങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഭയങ്കര എളുപ്പമാണ്. 30% of the students in a class got A grade for all the subjects. അപ്പോൾ ഒരു ക്ലാസ്സിലെ 30% കുട്ടികൾക്കും എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് ലഭിച്ചു. 12 കുട്ടികളാണിത്. അതായത് ഈ A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12 ആണ്. ദാറ്റ് മീൻസ് ഈ 30% മൊത്തം കുട്ടികളിൽ നിന്നും 30% എടുത്ത് A ഗ്രേഡുകാരുടെ എണ്ണം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 12 പേരെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് 30% എന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ മൊത്തം ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ മൊത്തം കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30% എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്. അപ്പൊ നമ്മൾ 30/12
30/100 എന്ന് കൊടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. നമ്മുടെ റെസിപ്രോക്കൽ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 30/100 നിന്ന് നമുക്ക് 0 ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യണം, 3/10 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 10/3 ആകുന്നു അല്ലേടാ. 3/10 അതിന്റെ റെസിപ്രോക്കൽ ആകും ഇപ്പുറത്തോട്ട് വരുമ്പോൾ 10/3. 12ഉം 3ഉം തമ്മിൽ കട്ട് ചെയ്യാലോ. 12ഉം 3ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും അല്ലെ. 4 into 10 that is equal to 4 into 10 that is equal to 40. അപ്പൊ എത്ര കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? 40 കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ എ 40 ആണ് നമ്മുടെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പൊ ഇതും നല്ല അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. 8% of a number is 72. Find the number. നമ്മളൊരു സംഖ്യ എടുത്തിട്ട് അതിന്റെ 8% കണക്കാക്കിയപ്പോൾ അത് 72 ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ 8% കണക്കാക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 72 ആണ്. ദാറ്റ് മീൻസ് ആ നമ്പർ ഇൻറ്റു 8% ചെയ്താൽ നമുക്ക് 72 കിട്ടണം. അതല്ലേ ഇവിടുത്തെ പരിപാടി? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ അവിടെ നിൽക്കട്ടെ, ഇൻറ്റു 8/100 ഈസ് ഈക്വൽ ടു 72. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാടാ, 8/100 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താവും, 72 ഇൻറ്റു 100/8 എന്നാവും അല്ലെ. 100/8. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ താഴത്തെ 8ഉം അതേപോലെ തന്നെ മുകളിൽ 72ഉം, ആ 72ഉം 8ഉം കട്ട് ചെയ്ത് പോവുമല്ലോ. എത്രാമത്തെ മൾട്ടിപ്പിൾ ആ 9 ഇൻറ്റു 8 ആണ് 72 വരുന്നത് അല്ലേ. അപ്പൊ 9 ഉണ്ട്, ഇപ്പോ 100 ഉണ്ട്. അപ്പൊ 9 ഇൻറ്റു 100 900 എന്ന് നമുക്ക് ആൻസർ കിട്ടൂലേ. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ കൃത്യം ഉത്തരം നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ ഡി 900. 900 ആണ് നമ്മുടെ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപിടിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. റെസിപ്രോക്കലിന്റെ പരിപാടി ആലോചിച്ചോളൂ. എപ്പോഴും ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണോടാ, റെസിപ്രോക്കലിന്റെ ആപ്ലിക്കേഷൻ കൂടിയേ തീരും. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം. ഫൈൻഡ് 33 1/3% of 8 10. ഈ ഫ്രാക്ഷൻ നമ്മൾ മുന്നേ എപ്പോഴോ കണ്ടല്ലോടാ. ആ ഏറ്റവും ആദ്യം നമ്മൾ ടേബിൾസ് പഠിച്ചപ്പോൾ ഫ്രാക്ഷൻസ് ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടേബിൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ 33 1/3 ഒരു എന്താ പറയുക VIP ആണ്, പുള്ളീനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നു 810 എന്ന് പറയുന്ന സംഖ്യയുടെ 33 1/3% കണ്ടുപിടിക്കൂ. കാണുമ്പോൾ വലിയ പാടാ അല്ലെ. 33 1/3% എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം ഒരു നമ്പർ ശതമാനത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 33 1/3 ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെയൊക്കെ ചെയ്ത് മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ബുദ്ധിമുട്ടാണ് അല്ലെ. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാലോ. നമുക്കറിയാം 33 1/3% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ദിസ് ഈസ് 1/3. ഒരു പാവം 1/3 മാറുക അല്ലേടാ. യെസ്. അപ്പൊ 1/3 അതേപോലെ തന്നെ 810ന്റെ 1/3 കണ്ടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ. ഇത് അത്രയുള്ള പരിപാടി. അപ്പൊ 810 ഡിവൈഡഡ് ബൈ 3 പിടികിട്ടുന്നുണ്ടോ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നമുക്ക് പെട്ടെന്ന് കിട്ടും. എത്രയാണ്, 2 ടൈംസ് പോകുന്നുണ്ട്, 6 അത് കഴിഞ്ഞിട്ട് 2 270 ആണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഇവിടെ ഇടാ ഇല്ലേ, ഓപ്ഷൻ ബി 270 അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ ആരും പേടിക്കണ്ട. 33 1/3% നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് 1/3 കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒറ്റ മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി 33 1/3 അല്ല, നമ്മളോട് ഇനി 66 2/3 ആണ് ചോദിക്കുന്നെങ്കിലോ എന്ത് ചെയ്താൽ മതി, അതിന്റെ 2/3 കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു അല്ലെ, ഈ ഒരു ഫ്രാക്ഷൻ മാത്രം പുറത്തേക്ക് എടുത്ത് ചെയ്താൽ മതി എന്നും. അതേപോലെ തന്നെ ഇവിടെയും ഈ 1/3 മാത്രം പുറത്തേക്ക് എടുത്ത് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ഫ്രാക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. യെസ്, അടുത്ത നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ശ്രദ്ധിച്ച് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുണ്ട് ചെയ്യുന്നത്. ഓക്കെ, cost price of an article was 1500 rupees and it was marked for 1800 rupees. നമ്മൾ 1500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. നമ്മൾ അതിന്റെ വില 1800 കയറ്റിയിട്ടു. ഓക്കെ, അതായത് 1500 രൂപയ്ക്ക് ഒരു സാധനം നമ്മൾ കടയിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനം നമ്മൾ കടയിൽ കൊണ്ടുവന്നിട്ട് എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്, 1800 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്നത്. When it was sold after allowing discount got 40% profit. നമ്മളിത് വിറ്റപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് കൊടുത്തു, ചെറിയൊരു ഡിസ്കൗണ്ടും കൊടുത്തു. അപ്പൊ നമുക്ക് 14% ലാഭം കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ. കിഴിവിന്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചധികം പരിപാടികളൊന്നും അറിയാനായിട്ടുണ്ട്. യെസ്, നമുക്ക് നോക്കാം.
ആദ്യം തന്നെ നമ്മൾ ഇത് വാങ്ങിച്ച വില നമുക്ക് വേണം. ഓക്കെ, യെസ്. നമ്മുടെ CP എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച വില എത്രയായിരുന്നടാ? 1500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. ഇനി നമ്മളത് കൊണ്ടുവന്നിട്ട് എത്ര രൂപ ഇട്ടിട്ടാണ് വിൽക്കാൻ പോകുന്നത്? 1800 രൂപ ഇട്ടിട്ടാണ് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് ലഭിച്ചു എന്നാ പറയുന്നത്? 14% പ്രോഫിറ്റ് ലഭിച്ചു എന്നാ പറയുന്നത് അല്ലേ? 14% പ്രോഫിറ്റ് ലഭിച്ചു എന്നും പറയുന്നുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോവാണ്. യെസ്, 1800 ഡിവൈഡഡ് ബൈ 1500. അതായത് നമ്മളുടെ MP-യും CP-യും ഞാൻ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതി. അപ്പൊ MP ആണ് ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. MP ആണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേടാ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളിത് വിറ്റ് കഴിഞ്ഞപ്പോൾ when it was sold after allowing discount got 14% profit, what was the discount percentage? അതായത് 14% നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? 14% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് എഴുതാലോ, ആദ്യത്തെ 1800 എന്ന് പറയുന്നത് നമ്മുടെ 100%നോട് 14% കൂടി കൂട്ടിയത്, അതായത് CP-യോട് കൂടി നമ്മൾ വാങ്ങിച്ച സാധനത്തിനേക്കാളും 14 രൂപ പ്രോഫിറ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു CP എങ്കിൽ നമുക്ക് 14 കൂടി കൂട്ടി 114% എന്ത് കിട്ടി? നമ്മളുടെ ലാഭം കിട്ടി. ഓക്കെ, യെസ്. ഇനി അതിനുശേഷം താഴത്തെ 1500 പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എന്ത്? CP ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കൂട്ടാം? 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുത്തു. നമുക്കറിയില്ല, D ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 100 - D എന്ന് കൊടുത്ത് 1500നെയും ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കൂടുതൽ എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് 1800 നമ്മൾ അതിനകത്തേക്ക് ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 കട്ട് ചെയ്തിട്ട് ഇവനെ ഒന്ന് ചെറുതാക്കാം. ഇവനെ ചെറുതാക്കുമ്പോൾ എന്ത് വരും? 6/5 എന്ന് വരും അല്ലേ? ഇനി അപ്പുറത്താണെങ്കിലോ 100 + 14 114 100 - D. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടുവേ. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 - 6D is equal to 5 × 114. That is 570 ആണ് കിട്ടുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യാം? അതായത് 5 × 114 ചെയ്താൽ നമുക്ക് 570 കിട്ടും. ഇനി -60 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +60 ആവും. +60 ഇവിടെ കിടക്കട്ടെ. ഇനി +570 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -570 ആവും. ദാറ്റ് ഈസ് 30. അപ്പൊ 600 - 570 30 എന്ന് കിട്ടും. Therefore D is equal to 30 divided by 6. അപ്പൊ എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്? യെസ്, 5 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ വിറ്റേ? 5% ഡിസ്കൗണ്ടിലാണ് നമുക്ക് വിറ്റത്. നമുക്ക് ഇതിന്റെ നോർമൽ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യാം, പക്ഷെ കുറേ സമയം എടുക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചോളൂ. 5% ആണ് നമ്മളുടെ എന്ത് വരേണ്ടത്? ഓപ്ഷൻ B ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. അപ്പൊ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് തന്നെ 14% നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയതും -D ഡിസ്കൗണ്ട് കുറച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിത് കുറച്ചും കൂടി എളുപ്പത്തിൽ, നേരത്തെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റി. ശ്രദ്ധിച്ചേ. A merchant puts the mark price of his clothes by increasing the cost price by 10%. അതായത് ഇവിടെ എത്രയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നില്ല, ഇവിടെ എത്രയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നില്ല. നമുക്ക് 2% മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേടാ? അപ്പൊ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഒരു വ്യാപാരി തന്റെ വസ്ത്രങ്ങളുടെ വില 10% വർദ്ധിപ്പിച്ചുകൊണ്ട് നിശ്ചയിക്കുന്നു. അതായത് വാങ്ങിച്ച വിലയേക്കാൾ 10%ലാണ് അയാൾ കൂടുതൽ വിൽക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, then gives a discount of 10% and sells them. എന്നിട്ട് കൂട്ടിയിട്ട വിലയിൽ 10% ഡിസ്കൗണ്ടും കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യും? വിൽക്കാനായിട്ട് പോവുകയാണ്. What is the percentage of loss or profit? നമ്മളോട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് അതിന്റെ പെർസെന്റേജ്, ശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അതായത് CP ഇവിടെ തന്നിട്ടില്ല. തരാത്ത പക്ഷം ശ്രദ്ധിക്കണം മക്കളെ, ഒരു ക്വസ്റ്റ്യനിൽ CP തന്നിട്ടില്ല എങ്കിൽ എപ്പോഴും 100 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ്? 100 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ എത്ര ശതമാനം കൂട്ടിയാണ് പുള്ളി MP കണ്ടുപിടിച്ചേ? 10% കൂട്ടിയാണ് പുള്ളി ഇവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? MP കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തയിലാണെങ്കിലോടാ, യെസ്, അടുത്തയില് നമ്മളുടെ അടുത്തയിലേക്ക് വരുമ്പോൾ നമ്മുടെ SP എത്ര രൂപയ്ക്കാ വിറ്റെന്ന് പറയുന്നേ? then gives a discount of 10% and sells them. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന എമൗണ്ടിൽ 110 എന്ന് പറയുന്ന MP-യിൽ 10% ഡിസ്കൗണ്ടോട് കൂടി ഇത് വിറ്റു. അതായത് ഇപ്പൊ എത്രയുണ്ട്? മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ എത്രയാ? 110. 100നോട് കൂടെ 10% കൂട്ടിയാൽ 110 കിട്ടും. ആ 110ൽ നിന്നും 110ന്റെ 10% കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇത് വിൽക്കുകയും ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 99 എന്ന് കിട്ടും. ഓക്കെ ആണോ? അതായത് 110 മൈനസ്, ഞാൻ എഴുതാം, 110 - 11. ഓക്കെ ആണല്ലോ? 99 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ 99 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 110 ആണ്. ശ്രദ്ധിച്ചേ, 110 രൂപ ഉണ്ടായിരുന്ന സാധനം 99 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ CPയും കൂടി നമുക്ക് വേണം. എത്രയാണ്? CP 100 രൂപയല്ലേ? ശരിക്കും അതിന്റെ വില എത്രയാ? 100 രൂപയായിരുന്നു. നമ്മൾ കൂട്ടിയിട്ട് 110 ആക്കിയതാ. എന്നിട്ട് 99 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. അതായത് ഇൻ
ഫാക്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് CP 100ഉം അതേപോലെ തന്നെ SP 99 ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായിരിക്കുന്നത്? 100 രൂപയുടെ സാധനം 99 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ ഉണ്ടായിരിക്കുന്നത്? യെസ്, നമുക്ക് ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. എത്ര ശതമാനത്തിന്റെ ലോസ്? അത് ചുമ്മാ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. എത്രയും 1% ലോസ് ആണ് നമുക്ക് ഉണ്ടായത് അല്ലേ? 100ന്റെ സംഭവം നമ്മൾ 99 വിറ്റാൽ നമുക്ക് 1%, ദാറ്റ് ഈസ് 100 - 99. യെസ്, 1% ലോസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിടികിട്ടുന്നുണ്ടോ? 1% ലോസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏത് എഴുതാം? 1% നഷ്ടമാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? പിടികിട്ടുന്നുണ്ടോ പരിപാടി? യെസ്. ഇനി നമുക്ക് അടുത്തത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എ മെർച്ചന്റ് പുട്സ് ദ മാർക്ക് പ്രൈസ് ഓഫ് എ ഫാൻ കോസ്റ്റ് 3000 rupees by increasing the cost by 40% and allows a discount of 50% and sells it. What is the profit or loss? അപ്പോൾ അടുത്തതിലും പറയുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്ന പരിപാടി ഉണ്ട്, അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അല്ലേ? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 40%, ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് 15%. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ടും അതേപോലെ തന്നെ പ്രോഫിറ്റും ലോസും എന്താണ്, അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. 3000 രൂപ എന്ന് കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. യെസ്, അപ്പൊ CP = 3000. ഇനി മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണ്ടേ? മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. നോക്കാം, എത്രയാണ് മാർക്ക് പ്രൈസ്? മെർച്ചന്റ് പുട്ട് ദ മാർക്ക് പ്രൈസ് ഓഫ് എ ഫാൻ കോസ്റ്റ് 3000 rupees by increasing the cost by 40%. അതായത് 40% കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടണം. ദാറ്റ് മീൻസ് 3000ന്റെ 40% കണ്ടുപിടിച്ചിട്ട് അത് 3000-നോടൊപ്പം കൂട്ടണം. പിടികിട്ടിയോ? അത് 3000-നോടൊപ്പം കൂട്ടണം. ഇതാണ് പരിപാടി. 0 കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് 12 വരും. 2 0 കൂട്ടിയിട്ട് കൊടുക്കാം, 3000. അപ്പൊ എത്രയാ വരിക? യെസ്, 4200 ആണ് നമ്മളുടെ എന്ത് MP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ MP എന്ന് പറയുന്നത് 4200 ആണ്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു allows a discount of 15% and sells it. ഈ MP-ൽ, അതായത് 4200-ല് നമ്മൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു? 15% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. അതായത് 4200-ന്റെ 15% കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് നമ്മുടെ 4200-ന്ന് കുറയ്ക്കണം. ഓക്കെ, ഇത് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് 4200-ന്ന് ഈ എമൗണ്ട് കുറയ്ക്കാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? SP കിട്ടുന്നത് കേട്ടോ. 3570 എന്നാണ് നമുക്ക് SP കിട്ടുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയി, കാരണം CPയും SPയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പരിപാടി ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്? ആദ്യം തന്നെ ലാഭമാണോ നഷ്ടമാണോ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, CP ഇതാണ്. അതിനുവേണ്ടി CPയും അതേപോലെ തന്നെ SPയും മാത്രം മതി കേട്ടോ. CP എത്രയാണ്? 3000 രൂപ. SP എത്രയാണ്? 3570 രൂപ. അപ്പൊ 3000 രൂപയുടെ സാധനം 3570 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ മക്കളെ? യെസ്, അത് പ്രോഫിറ്റ് ആണല്ലേ. കൂടി, എമൗണ്ട് കൂടിയത് കൊണ്ട് തന്നെ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ട് ഇവിടെ? 3000-ഉം 3570-ഉം തമ്മിൽ 570 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? യെസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. 570 രൂപ നമുക്ക് ലാഭം കിട്ടി. അപ്പൊ ഓപ്ഷൻ എ പ്രോഫിറ്റ് 570 rupees ആണ് നമ്മളുടെ ഉത്തരം കിട്ടിയത്. അപ്പൊ ഏകദേശം 570 ഇവിടെ ആൻസർ കിട്ടുമ്പോൾ തന്നെ, ലാസ്റ്റത്തിൽ 570 ആൻസർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയിലോട്ട് പോകാം. കാരണം ലോസ് എന്ന് പറഞ്ഞ മറ്റൊരു എമൗണ്ട് 570 ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് ക്ലിക്ക് ചെയ്യാം. പക്ഷേ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്ത് നോക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളിത് ക്ലിക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 8ാമത്തെ ചോദ്യം നമ്മളത് CPയിൽ നിന്ന് SPയിൽ നിന്നും തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് ദ 60% ഓഫ് 33 1/3? 60% കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇതൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ പഠിച്ചേക്കുന്ന 33 1/3% ഇത് ഇന്ന നമ്പറിന് 33 1/3% കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചേക്കണേ. പക്ഷെ ഇവിടെ തിരിച്ച് ചോദിച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 50-ന്റെ 2% കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുക. എന്താണ്? 50-ന്റെ 2%, അല്ലെങ്കിൽ പോട്ടെ 50-ന്റെ 20% കണ്ടുപിടിക്കാൻ പറയും. 2% എന്ന് പറയുമ്പോൾ ചെറുതായി പോകും. 20% കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കെന്ന് പറയും. അപ്പൊ 50 × 20% എന്ന് പറയുമ്പോൾ 1/5 അല്ലേ? അതായത് 50/5 എത്ര കിട്ടും? 10 എന്ന് ഉത്തരം കിട്ടും ആണല്ലോ. ഇനി ഇതേ സെയിം പരിപാടി നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവാം. 20-ന്റെ 50% കണ്ടുപിടിക്കാൻ പോവാന്ന് വിചാരിക്കാം. 50% എന്ന് പറയുമ്പോൾ 1/2, അതായത് 20/2 എത്ര കിട്ടി? 10 കിട്ടി. 2 ഉത്തരവും ഒന്നല്ലേ? മനസ്സിലാവുന്നുണ്ട്? അപ്പൊ തിരിച്ചു വന്നാലും ആൻസർ ഒന്നായിരിക്കും. മനസ്സിലായോ? അത് പരിപാടി ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ തിരിച്ചു തന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നേ? 60% ഓഫ്
33 1/3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് 33 1/3% ഓഫ് 60 കണ്ടുപിടിക്കും. നേരെ തിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇനി സിമ്പിൾ അല്ലേടാ. 33 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 1/3. അത് ഏതിന്റെ കണ്ടുപിടിക്കണം? 60ന്റെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 60/3. എത്രയാണ് ഉത്തരം വരാ? 6/3. 2 0 ഇട്ട് കൊടുത്താൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ കണ്ടുപിടിക്കാം. എത്രയാണ്? ഓപ്ഷൻ ഡി 20 ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. കാരണം ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊന്ന് കുഴയും. അപ്പോൾ അത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തരുത്, കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം. നമ്മൾ ആ ഒരു ചതിയിൽ വീഴരുത് കേട്ടോ. 60% ഓഫ് 33 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ഓഫ് എന്ത് 60. 60 കണ്ടുപിടിച്ചാലും മതി. ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഓക്കെ, യെസ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കാൻ പോവാണ്. ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. What is the change in area if all sides of a square are increased by 20%? അപ്പൊ നമ്മളോട് ഒരു കുഞ്ഞ് സമചതുരം തന്നിട്ടുണ്ടേ. ഒരു കുഞ്ഞ് സമചതുരം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുവാണ് ഈ സമചതുരത്തിന്റെ പരപ്പളവ് ഏരിയയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് എപ്പോഴാണ് വ്യത്യാസം വരുന്നത്? എല്ലാ വശങ്ങളും. ഇപ്പോൾ ഈ ഓരോ വശങ്ങളും നമ്മൾ എന്താ 20% വെച്ചിട്ട് വർദ്ധിപ്പിക്കാൻ പോകും. അതായത് ഇതിന്റെ നീളം കൂടുന്നു, ഇതിന്റെ നീളം കൂടുന്നു, ഇതിന്റെ നീളം കൂടുന്നു, ഇതിന്റെ നീളം കൂടുന്നു. ഓക്കെ, വലിയൊരു സ്ക്വയർ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഏരിയയിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഏരിയ? നമ്മളുടെ പരപ്പളവിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും? അത് പെർസെന്റേജിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് എഴുതാലോ. യെസ്, അപ്പോൾ സക്സസീവ് ചേഞ്ച് വരുന്നൊരു കേസാണ്. അതായത് 4 വശങ്ങളിലും എന്താണ് ഒരേപോലെ മാറ്റം സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ സക്സസീവ് ചേഞ്ച് വരുന്ന കേസസിൽ നമുക്ക് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സക്സസീവ് ചേഞ്ച് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു A plus B plus A into B the whole divided by 100. ഓക്കെ, അപ്പൊ ഇന്നത്തെ എയും ബിയും എന്തായിട്ട് എടുക്കും? എയും ബിയും എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ 2 വശങ്ങളാണ്. ഓക്കെ, എന്താണ് എയും ബിയും എന്ന് പറയുന്നത്? സ്ക്വയറിന്റെ 2 വശങ്ങൾ. എത്ര വെച്ചിട്ട് കൂടുന്ന പറഞ്ഞേക്കുന്നേ? 20% വെച്ചിട്ടാണ് രണ്ടും. അതായത് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണല്ലോ, അതുകൊണ്ട് എല്ലാ വശങ്ങളും 20% വെച്ചിട്ട് കൂടും. അപ്പൊ നമ്മൾ 2 വശം കൊടുത്താൽ മതി, കാരണം നമുക്ക് ഇവിടെ എയും ബിയും മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാലോ. എന്റെ സ്ഥാനത്ത് 20 കൊടുക്കാം, ബിന്റെ സ്ഥാനത്തും 20 കൊടുക്കാം. A into B ന്റെ സ്ഥാനത്ത് 20 into 20 കൊടുക്കാം. ദ ഹോൾ ഡിവൈഡ് ബൈ 100 കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്നൊരു 0, ഇവിടെ നിന്നൊരു 0, ഇവിടെ നിന്നൊരു 0, ഇവിടെ നിന്നൊരു 0. അപ്പൊ 100 പോയല്ലോ. ഇനി ബാക്കി ആരൊക്കെയുണ്ട്? 20 + 20 അത് എത്രയാ? 40 പ്ലസ് 2 into 2 അത് 4. അപ്പൊ ആൻസർ എത്രയാ വരിക? 44% വർധനവാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആൻസർ എന്താ വരിക? 44%. 44% ഏത് ഓപ്ഷൻ ആടാ? ഓപ്ഷൻ സി, ഇൻക്രീസ് ബൈ 44%. പെട്ടെന്ന് കിട്ടൂലേ? സിമ്പിൾ അല്ലേ? അല്ലാതെ നമുക്കിത് ഏരിയ കണ്ടുപിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ എന്തില്ല? വശങ്ങളുടെ നീളമൊന്നും തന്നിട്ടില്ല. ഈ ഒരൊറ്റ മെത്തേഡ് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യും. ഇനി മറ്റൊരു കാര്യം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇവിടെ ഇൻക്രീസ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ, കൂടുന്നു എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അടുത്തതിൽ കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അറ്റ് എ ടൈം ഇൻക്രീസും ഡിക്രീസും ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ, ഇവിടെ സ്ക്വയർ അല്ല റെക്ടാംഗിൾ ആണ് അല്ലേ, ഡിക്രീസസ് ബൈ 10%. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഇതാണ് ലെങ്ത്, ഇതാണ് ബ്രെഡ്ത്ത്. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഡിക്രീസസ് ബൈ 10%, നീളം കുറയും, 10% നീളം കുറയുകയും ബ്രെഡ്ത്ത് ഇൻക്രീസസ് ബൈ 10%, 10% വീതി കൂടുകയും ചെയ്യുന്നു. അതായത് വീതി കൂടും പക്ഷെ നീളം കുറയും. ഇങ്ങനെയാവും അല്ലെ, വീതി കൂടും നീളം കുറയും. നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന റെക്ടാംഗിൾ ഇങ്ങനെയായി മാറും. വീതി കൂടി നീളം കുറഞ്ഞു അല്ലെ. യെസ്, നീളം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഏരിയ പരപ്പളവിൽ ഉണ്ടാകുക എന്നാണ് ചോദ്യം അല്ലെ. എന്ത് മാറ്റമാണ് പരപ്പളവിൽ ഉണ്ടാകുക എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ചെയ്യാം. എയും ബിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തിനും എന്ത് കൊടുക്കണം? വാല്യൂ കൊടുക്കണം. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലത്ത് കുറയാണ് ചെയ്തേക്കുന്നത്, മറ്റൊരു സ്ഥലത്താണ് കൂടിയിരിക്കുന്നത്. എന്താണ്? ഒരു സ്ഥലത്ത് കുറയുകയും മറ്റൊരു സ്ഥലത്ത് കൂടുകയുമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ലെങ്ത്തിന് നമുക്ക് എ ആയിട്ടും ബ്രെഡ്ത്തിന് നമുക്ക് ബി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഇനി ലെങ്ത് എന്താണ് പറ്റിയിരിക്കുന്നത്? കുറഞ്ഞു, ഡിക്രീസസ് ബൈ 10%. അപ്പോൾ -10 എന്ന് കൊടുക്കണം. കുറയല്ലേ ചെയ്തേ, അപ്പൊ -10 എന്ന് കൊടുക്കണം. ഇനി അപ്പുറത്താണെങ്കിലോ ബ്രെഡ്ത്ത് ആണെങ്കിലോ ഇൻക്രീസസ് ബൈ 10 ആണ്. അപ്പോൾ +10 അല്ലെങ്കിൽ വെറും 10. +10 നമ്മൾ അങ്ങനെ എഴുതൂല, നോർമൽ 10 എന്ന് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. വായോ, നമുക്ക് അപ്പുറത്ത് എഴുതാം. യെസ്, ചേഞ്ച് പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു A plus B
എയും ബിയും എന്ന് പറഞ്ഞാൽ -10 അതേപോലെ തന്നെ ബിയും ആണ്, പോസിറ്റീവാണ്, നമുക്ക് എന്ത് വരുന്നത്, ബി വരുന്നത്. എ പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. ഓക്കെ ആണല്ലോ. എ എന്ന് പറയുമ്പോൾ -10 ആണ്, ബി എന്ന് പറയുമ്പോൾ +10 ആണ്, പ്ലസ് മുകളിൽ എ എന്ന് പറയുമ്പോൾ -10 ഉണ്ട്, പിന്നെ +10 ഉണ്ട്, ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 0 0 0 0 കട്ട് ചെയ്തു. ഓക്കെ, ഇനി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ആ ഒരു -1 മാത്രമേ മുകളിൽ വരുന്നുള്ളൂ അല്ലേ, -1 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്തു നോക്കാലോ. യെസ്. ഇനി അടുത്തതിലോട്ട് കിടക്കുമ്പോൾ -10 ഉണ്ട്, +10 ഉണ്ട്, പിന്നെ ഒരു +1 മാത്രമേ നമുക്ക് വരുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എന്താ കിട്ടിയേക്കുന്നത്, -10 + 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വ്യത്യാസം വരുന്നത്, നമുക്ക് എന്ത് വ്യത്യാസമാണ് വരിക, യെസ്, -10 + 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കട്ടായി പോയി. ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ മുകളിലായിട്ട് ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ മുകളിലായിട്ടൊരു മൈനസ് ഉണ്ടല്ലേ, ഇവിടെ അടുത്തൊരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരൂടാ, ഇവിടെ നെഗറ്റീവ് തന്നെയാണ് വരിക. അതായത് ഫൈനൽ ആൻസർ എത്രയാ, -1 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ, -1 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ദാറ്റ് മീൻസ് മൈനസ് കണ്ടാൽ അവിടെ എന്താണ്, ഡിക്രീസ് ഉണ്ടായി എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഡിക്രീസ്ഡ് ബൈ എത്ര ശതമാനം കുറഞ്ഞു, 1% കുറഞ്ഞു. 1%ത്തിന്റെ കുറവാണ് ഇവിടെ ഉണ്ടാവുക, ഏരിയ 1% കുറയും. അപ്പൊ ഏതാണ് നമ്മളുടെ ഓപ്ഷൻ വരാ, ഡിക്രീസ് 1%. എ ആണ് നമ്മളുടെ എന്ത് വരുന്നത്, ഓപ്ഷൻ കൃത്യമായിട്ട് വരേണ്ടത്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കുറയാണെങ്കിൽ മൈനസ് കൊടുക്കുക, കൂടാണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഏരിയയിലും കുറവാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തതിൽ സെയിം പരിപാടി, ഇപ്പൊ ചെയ്ത അതേ പരിപാടിയാണ് നമ്മൾ അടുത്തതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കേ, what is the profit percentage if an article is sold for 30% discount after increasing its price by 60%? എന്താണ് നമ്മൾ വില, ആദ്യം വസ്തുവിന്റെ വില 60% വർദ്ധിപ്പിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 30% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റിൽ, ലാഭ ശതമാനത്തിലെ എന്താണ് അതിന്റെ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പറഞ്ഞ അതേ പരിപാടിയിൽ ചെയ്തു നോക്കാം. യെസ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരേണ്ടത്, എ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻക്രീസിംഗ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ +60 ആദ്യം കൊടുക്കാം, അതിനുശേഷം ബി കുറഞ്ഞു, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കുറവാണ് കേട്ടോ, കുറയുന്ന പരിപാടിയാണ്. അപ്പൊ -30 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. യെസ്, എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. ഓക്കെ ആണല്ലോ. യെസ്, AB/100. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്റെ സ്ഥാനത്ത് 60 കൊടുക്കാം, ബിന്റെ സ്ഥാനത്ത് -30 എന്ന് കൊടുക്കാം കേട്ടോ. -30 പ്ലസ് മുകളിൽ എന്ത് വരും, 60 ഇൻറ്റു -30. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. ഇത്രയും ആയല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, 60 - 30 ഇപ്പുറം ചെയ്യാവേ. 60ൽ നിന്ന് 30 കുറച്ചാൽ 30 ആണ്, പ്ലസ് അപ്പുറത്താണെങ്കിലോ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ, 6 × 3 18 ആണ്, 2 0 ഉണ്ട്, കൂടാതെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ -1800 ദ ഹോൾ ഡിവൈഡ് ബൈ 100. ഓക്കെ ആണല്ലോ. ഇനി മുകളിൽ നിന്ന് 2 0, താഴത്തു നിന്ന് 2 0 കട്ടിയാലോ, 30 - 18 എത്രയാ വരാ, 30 - 18 12%. 12 ഓപ്ഷൻ ഉണ്ടോ നോക്കി. യെസ്, ഓപ്ഷൻ ഡി 12% ഉണ്ട്. യെസ്, ഇങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോഴും എളുപ്പം കേട്ടോ. നമ്മൾ നേരത്തെ 100 ഇട്ട് ചെയ്യുന്നതിനേക്കാൾ ഈ പറയുന്ന സക്സസീവ് ചേഞ്ച് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം, കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ. ഓക്കെ, അപ്പൊ 12% പോസിറ്റീവ് ആണ്, പിന്നെ വേറെ 12% ഒന്നും തന്നെയില്ല, 12% വർധനമാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം, ഓക്കെ ആണോ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണോട്ടെ എന്റെ മക്കള്. ഓക്കെ, യെസ്. നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ABCD ഈസ് എ സ്ക്വയർ. നോക്കിക്കേ, നമുക്ക് വലിയൊരു സ്ക്വയർ ABCD എന്ന് പറഞ്ഞ ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 9 ഈക്വൽ സ്ക്വയേഴ്സ്. നോക്ക്, 1 2 3 4 5 6 7 8 9 കുഞ്ഞു സ്ക്വയേഴ്സ് അതിനുള്ളിലുണ്ട് അല്ലേ. വാട്ട് പെർസെന്റേജ് ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ ഇസ് ദ ഷെയ്ഡഡ് പാർട്ട്? ആദ്യം തന്നെ നമുക്ക് ഷെയ്ഡഡ് പാർട്ട് എത്രയാണെന്ന് നോക്കാം. മൊത്തത്തിൽ 9 എണ്ണം, ടോട്ടൽ 9 കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ട്. അതിനകത്ത് എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഷെയ്ഡഡ് എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 3 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. Therefore 3/9 അല്ലേ ഫ്രാക്ഷൻ വരിക, ദാറ്റ് മീൻസ് 1/3. എത്രയാണ്, 1/3 ആണ് നമുക്ക് എന്ത് വരുന്നത്, ഷെയ്ഡഡ് പോർഷൻ വരുന്നത് അല്ലേ. 1/3 ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം 100 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1/3% എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 1/3 ഭാഗമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. വാട്ട് പെർസെന്റേജ് ഓഫ് ദ ലാർജർ സ്ക്വയർ ഈസ് ദി ഷെയ്ഡഡ് പാർട്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ,
ABCയുടെ ഒരു ചതുരമാണ് ഇത്. 9 തുല്യ ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നു. വലിയ ചതുരത്തിന്റെ എത്ര ശതമാനമാണ് ഷെയ്ഡഡ് പോർഷൻ? 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ശതമാനം? 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ശതമാനം എത്രയാണ് വരേണ്ടത്? 33 1/3%. അപ്പൊ 1/3 എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് 33 1/3% നമ്മുടെ മനസ്സിലോട്ട് വരണം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി നേരെ നമുക്ക് ഇതിനകത്തേക്ക് എത്താനായിട്ട് സാധിക്കും. തെറ്റിക്കാനായിട്ട് ഇവിടെ ഒരാളുണ്ട്, നോക്ക്. 1/3%, അത് പറ്റുമോ? ഇല്ല. ഫ്രാക്ഷൻ 1/3 ആണെങ്കിൽ വരേണ്ട പെർസെന്റേജ് 33 1/3%. തെറ്റിക്കരുത് കേട്ടോ. 1/3% കുറെ പേര് എഴുതി വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫ്രാക്ഷൻ, തന്നിരിക്കുന്നത് പെർസെന്റേജ്. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നല്ലൊരു അടിപ്പൻ ക്വസ്റ്റ്യൻ ആണിത്. 13ാമത്തത് എന്ന് പറയുമ്പോഴും നമ്മളുടെ പെർസെന്റേജിന്റെ മറ്റൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The price of a machine decrease by 10% every year. നമുക്കൊരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ വില എല്ലാ വർഷവും 10% വെച്ചിട്ട് ഇവർ കുറയ്ക്കും. ഓക്കെ, ഇപ്പോ കുറച്ച് അതിന് 40,000 രൂപയാണ് വില. എത്രയാണ്? 40,000 രൂപയാണ് അതിന് വില. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 3 വർഷം കൂടി കഴിഞ്ഞാൽ അതിന് എത്രയായിരിക്കും വില എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഇനി ഒരു 3 വർഷം കൂടി കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും വരുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാം? 40,000 ഉണ്ട്, അതിൽ നിന്ന് 10% കുറച്ച് എത്രയാവും? വീണ്ടും 4,000 വരും. അങ്ങനെ കുറച്ച് 3 പ്രാവശ്യം കുറച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. കുഞ്ഞ് ഇക്വേഷൻ എല്ലാവരും എഴുതിക്കോളൂ. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ അറിയാവുന്ന ഒരു സംഗതി ആയിരിക്കും. P into 1 minus R by 100 the whole raised to n. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. ഓക്കെ, 1 മൈനസ് എത്ര ശതമാനമാണ് കുറയുന്നതെന്ന് പറയുന്നത്? 10%. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 10/100. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 3 വർഷങ്ങൾ ശേഷം, പ്രൈസ് ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഓക്കെ, ഇനി 40,000 എഴുതി. ശ്രദ്ധിച്ചേ, 1 മൈനസ് 10/100 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 100 × 1 100 ആണ്. 100 മൈനസ് 10 90 ആണ് അല്ലേ? അപ്പൊ 90/100 ഇൻറ്റു 3 പ്രാവശ്യം വേണ്ടേ? യെസ്, ഇതിൻ്റെ ഉള്ളിൽ 3 പ്രാവശ്യം വരണം. 90/100 ഇൻറ്റു 90/100. ഓക്കെ ആണല്ലോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 0 0 0 0 0 0 കട്ട് ചെയ്തു. ഇനി അടുത്ത 0 ഉണ്ടല്ലോ, 1 2 1 2 1 2. ബാക്കി ആരൊക്കെ ഉണ്ട്? നോക്കുകയും ബാക്കി ഇവിടെ ഒരു 40 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പോൾ 40 × 9 × 9 × 9. ഇങ്ങനെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ആൻസർ കിട്ടുന്നത് 29,160 ആണ് കിട്ടുന്നത്. എത്രയാണ്? 29,160 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 29,160 രൂപ. ഓപ്ഷൻ ബി ആണ് നമുക്ക് വരിക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കൊല്ലം ഇങ്ങനെ കുറച്ച് പോകണം. അതായത് ആദ്യത്തെ കൊല്ലം 40,000 അല്ലേ? അതിനകത്ത് എത്ര ശതമാനം കുറയ്ക്കുക? 10%. 40,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ്. 40,000 4,000 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 36,000 ആണ്. ഓക്കെ, 36,000ന്റെ 10% കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 3,600 കിട്ടും. 36,000 3,600 കുറയ്ക്കാം. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്തു നോക്കാം. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റി പോകത്തില്ല. പിന്നെ ഇക്വേഷൻ വലുതാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഓരോ കൊല്ലത്തെ കണ്ടുപിടിച്ച് താഴത്തോട്ട് പോകാം. ഓക്കെ ആണോ? പിടികിട്ടുന്നുണ്ടോ പറഞ്ഞ കാര്യം? ഓക്കെ, ശരി. എന്നാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിൾ ആണ് കേട്ടോ. നോക്കാം. ഇഫ് 50% of a number is 50. അത് കൊള്ളാലോ, ഇത് കലക്കിയ ക്വസ്റ്റ്യൻ. നോക്കി, ഒരു സംഖ്യയുടെ 50%ന്റെ 50% എന്ന് പറയുന്നത് 50 ആണ്. അതായത് ഒരു സംഖ്യയെ നമ്മൾ 2 പ്രാവശ്യം പകുതിയാക്കി കഴിഞ്ഞാൽ 50 എന്ന് കിട്ടും. 50% എന്ന് പറഞ്ഞാൽ എന്താ കോൺസെപ്റ്റ്? മൊത്തം 100 ആണ്. 100ന്റെ പകുതിയല്ലേ 50. അപ്പോൾ ഒരു സംഖ്യയെ നമ്മൾ പകുതിയാക്കുന്നു, വീണ്ടും പകുതിയാക്കിയാൽ 50 കിട്ടും എന്നാണ് ചോദ്യം. അതായത് ഏതോ ഒരു സംഖ്യയെ നമ്മൾ 2 പ്രാവശ്യം പകുതിയാക്കിയാൽ നമുക്ക് 50 കിട്ടും എന്നാണ് ചോദ്യം. ആക്ച്വലി ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കിട്ടും. നോക്കാം. നമ്പർ ഉണ്ട് നമുക്കിവിടെ, ഏതോ ഒരു നമ്പർ, അതിന്റെ 50% കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 50 എന്ന് പറയുന്നതിന്റെ ഫ്രാക്ഷൻ എന്താണ് മക്കളെ? 1/2 ആണ്. അതായത് ഏതോ ഒരു സംഖ്യയുടെ 50% എടുത്തു, വീണ്ടും അതേ സംഖ്യയുടെ തന്നെ 50% എടുത്തു, നമുക്ക് കിട്ടുന്നത് ഉത്തരം 50 ആണ്. അത് ഈക്വൽ ടു കഴിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഈക്വൽ ടു, അതായത് നമ്പർ ഇൻറ്റു 1/2 × 1/2 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചെയ്യാലോ. n × 1/2 × 1/2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1/4 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 50 × 4.
1/4 അപ്പുറം ചെല്ലുമ്പോൾ 4/1 മാറും അല്ലേ? ദാറ്റ് മീൻസ് 4 തന്നെ. അപ്പൊ 50 × 4 എത്രയാ കിട്ടാ? 200 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, 200ന്റെ പകുതി എത്രയാ? 100 ആണ്. 100ന്റെ പകുതി എത്രയാ? 50 ആണ്. ഉത്തരം കിട്ടിയില്ലേ? അത്ര ഉള്ള പരിപാടി. ഓക്കെ, സോ 200 ആണ് നമുക്ക് ഉത്തരം വരേണ്ടത്. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം 100 എടുത്തു, 100ന്റെ പകുതി എടുക്കുമ്പോൾ തന്നെ 50 ആയി. അപ്പൊ 2 പ്രാവശ്യം ഇത് പകുതിയാക്കാൻ പറ്റില്ല. പിന്നെ 150ന്റെ പകുതി എടുക്കുമ്പോൾ തന്നെ 75 ആയി. ആ പരിപാടി നടക്കൂല. മറ്റോടത്ത് 250ന്റെ പകുതി എടുക്കുമ്പോൾ തന്നെ 125 ആയി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ വരേണ്ടത് കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെർസെന്റേജിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസിനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. നമ്മുടെ സ്ക്വയർ സമചതുരത്തിന്റെ ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ ഞാൻ, ലെങ്ത് കൂടുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഏരിയക്ക് ഉണ്ടാവുന്നത്. പിന്നെ റെക്ടാങ്കിളിന്റെ പറഞ്ഞില്ലേ സക്സസീവ് ചേഞ്ചിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, a + b + a × b/100. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോ. അത് സെല്ലിംഗ് പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ സ്ക്വയർ റെക്ടാങ്കിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ പെർസെന്റേജും ഫ്രാക്ഷൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വെച്ചിട്ടുള്ള പരിപാടി ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൃത്യമായിട്ട് തന്നെ മക്കള് ആ ഒരു പെർസെന്റേജും ഫ്രാക്ഷനും കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരാനിരിക്കുന്ന USS എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാനിരിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉഷാറായിട്ട് തന്നെ മക്കൾ പഠിച്ചോളൂ, ഒട്ടും വിട്ടുകളയണ്ട. ഇനി അധിക ദിവസങ്ങൾ നമുക്കില്ല, അപ്പോൾ ഉഷാറായിട്ട് തന്നെ പഠിക്കാം. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ, എല്ലാവർക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.